ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റേഷൻ കാർഡ് സർവീസിൽ റിഡക്ഷൻ ഓഫ് മെമ്പർ എന്നുള്ള മെനു ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്, അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ റേഷൻ കാർഡിൽപ്പെട്ട ഏതൊരു സർവീസും ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്യേണ്ട വിധം അല്ലെങ്കിൽ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യേണ്ട വിധം ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അങ്ങനെ ലോഗിൻ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മളത് റേഷൻ കാർഡിന്റെ ഡാഷ്ബോർഡിലോട്ട് അല്ലെങ്കിൽ ആ ഒരു യൂസറിന്റെ ഡാഷ്ബോർഡിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് എന്ത് സർവീസ് ചെയ്യുമ്പോഴും ഇവിടെ ഈ സർവീസസ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. റിഡക്ഷൻ ഓഫ് മെമ്പർ എന്നുള്ള മെനു ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. സോ അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഒരു വ്യക്തിയെ കാർഡിൽ നിന്നും പേര് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതായത് പേര് റിഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകളും തെറ്റായിട്ട് ചെയ്യുന്ന ഒരു മെനു ആണിത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ് നമുക്ക് ഒരു വ്യക്തിയുടെ പേര് റേഷൻ കാർഡിൽ നിന്നും വെട്ടേണ്ടി വരിക. ഒന്ന്, ആ ഒരു വ്യക്തിക്ക് റേഷൻ കാർഡ് അംഗത്വം ആവശ്യമില്ലാതിരിക്കുക, സ്ഥിരമായിട്ട് വിദേശവാസത്തോ മറ്റോ ഉള്ള ഒരാളാണെങ്കിൽ റേഷൻ കാർഡിൽ അംഗത്വം ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു സമയങ്ങളിൽ നമുക്ക് ആ ഒരു ആളുടെ പേര് നീക്കം ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കേസ് എന്നുള്ളത് ആ ഒരു ആള് പർട്ടിക്കുലർ വ്യക്തി മരണപ്പെട്ടു പോവുക. എന്നീ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ് നമ്മൾ ഒരു വ്യക്തിയെ റേഷൻ കാർഡിൽ നിന്നും പേര് നീക്കം ചെയ്യേണ്ടി വരുന്നത്. ബാക്കി ഒരു സന്ദർഭങ്ങളിലും നിങ്ങൾ റേഷൻ കാർഡിൽ നിന്നും പേര് നീക്കം ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കരുത്. ഫോർ എക്സാമ്പിൾ, മറ്റൊരു കാർഡിലേക്ക് പോവേണ്ട സമയങ്ങളിലോ അതുമല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയി പോവേണ്ട സമയങ്ങളിലോ ഒന്നും നിങ്ങൾ ഒരിക്കലും റേഷൻ കാർഡിൽ നിന്നുള്ള പേര് റിഡക്ഷൻ മെനു നിങ്ങൾ ഉപയോഗിക്കരുത്. അപ്പൊ നമ്മൾ ഈ രണ്ട് സന്ദർഭങ്ങളാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആ രണ്ട് സന്ദർഭങ്ങൾക്ക് അനുയോജിച്ച ഡോക്യുമെന്റുകളാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, മരണപ്പെട്ടു പോയതാണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഇനി എല്ലാ സ്ഥിരമായിട്ട് വിദേശവാസവും അയാൾക്ക് ഈ ഒരു റേഷൻ കാർഡിൽ പേര് വേണ്ട എന്നുമാണെങ്കിൽ അതിൽ വെള്ളക്കടലാസിൽ എഴുതി തയ്യാറാക്കിയ ഒരു അപേക്ഷ. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ ഒരു സൈനഡ് ഫോം ആണ്. അത് നോർമലി എല്ലാ റേഷൻ കാർഡ് അപേക്ഷകളിലും നിർബന്ധമായിട്ടൊരു ഫോമാണ്. ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഇതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കാനില്ല. റേഷൻ കാർഡിന്റെ എല്ലാ അപേക്ഷകൾക്കും പൊതുവായിട്ട് ഒരു സ്വഭാവം തന്നെയാണുള്ളത്. എല്ലാ അപേക്ഷകൾക്കും ഒരേ സ്വഭാവം തന്നെയാണ്, ഡോക്യുമെന്റ് അപ്ലോഡ്, സൈനഡ് അപ്ലോഡ്. ഈ ഒരു മെത്തേഡ് മാത്രമാണ് നമ്മുടെ റേഷൻ കാർഡിന്റെ അപേക്ഷകൾക്കുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതുള്ളത് ഇവിടെ സെലക്ട് റീസൺ എന്നുള്ള ഭാഗത്ത് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ മരണപ്പെടുക എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഒന്നിലധികം കാർഡുകൾ ഉൾപ്പെട്ടിരിക്കുക എന്നുള്ളത്. പക്ഷെ ഇത് നിലവിലുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പൊ എല്ലാം ആധാർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ആധാർ കാർഡ് വെച്ചിട്ട് കയറ്റിയ ആളുകളാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വേറൊരു കാർഡിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പൊ നമുക്ക് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിരിക്കുന്ന രണ്ട് ഓപ്ഷൻ ആണ്. ഒന്ന് മരണപ്പെടുക, അതുപോലെ റേഷൻ കാർഡ് അംഗത്വം ആവശ്യമില്ലാതിരിക്കുക. അപ്പൊ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ മരണപ്പെടുക എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആരെയാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അവരെ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ മെമ്പേഴ്സും വേണമെങ്കിൽ എല്ലാ മെമ്പേഴ്സും നമുക്ക് ഓൾ മെമ്പേഴ്സ് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഓണർ ഇതുപോലെ റിഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓണറാണ് മരണപ്പെട്ടു പോയതെങ്കിൽ നമ്മൾ റിഡക്ഷൻ അല്ല കൊടുക്കേണ്ടത്, ഓണർഷിപ്പ് ചേഞ്ച് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ആളെ സെലക്ട് ചെയ്ത് അതിനുശേഷം സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫയല് അല്ലെങ്കിൽ അപേക്ഷ ഡ്രാഫ്റ്റ് സ്റ്റേജിലോട്ട് സേവ് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് വലതുഭാഗത്തായിട്ട് തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫയൽ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ലഭിക്കും? ഒരു പ്രിന്റ് ലഭിക്കും. ആ പ്രിന്റ് എടുത്ത് കസ്റ്റമറെ കൊണ്ട് സിഗ്നേച്ചർ വെപ്പിക്കുക, അതായത് കാർഡ് ഉടമയെ കൊണ്ട് സിഗ്നേച്ചർ വെപ്പിക്കുക. ആ ഫയൽ കൂടി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഫൈനൽ സബ്മിറ്റ്. പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല റേഷൻ കാർഡിന്റെ സർവീസിന്. ഈ രീതിയിലാണ് നമ്മൾ റിഡക്ഷൻ ഓഫ് മെമ്പർ എന്നുള്ള ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്.